ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് d suffix u cap vector f is equal to del f dot u cap. del f dot ആണ് u cap എന്ന് പറയുന്നത് വെക്ടർ u ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ u ആണ്. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഗ്രേഡിയന്റ്, നമ്മൾ ഇന്നലെ പഠിച്ച ഗ്രേഡിയന്റിന്റെ തന്നെ മറ്റൊരു പറഞ്ഞു. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ഇപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുലയാണ് ഞാനിവിടെ എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ഗ്രേഡിയന്റ് തന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നലെ എഴുതിയവർ എഴുതണ്ട, പുതിയതായിട്ട് വന്നിട്ടുള്ളവർ ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്കത് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഫൈൻഡ് directional derivative of f of xy is equal to x e raised to y at 1,1 in the direction of the vector I minus j. ഇത് നിങ്ങൾ ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ സൈഡിലായിട്ട് നമ്മുടെ ആ ഫോർമുല ഒന്ന് എഴുതി വെക്കുന്നു. ഫോർമുല എഴുതി ഞാൻ വെക്കുവാണ്. എഫ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് വെക്ടർ യു ക്യാപ്പ്. ഇവിടെ വെക്ടർ യു ക്യാപ്പ് കാണണം. വെക്ടർ യു ക്യാപ്പ് കാണാനായിട്ടുള്ള ഫോർമുല വെക്ടർ യു ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ യു ആണെന്ന് അറിയാം. വെക്ടർ യു ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് വെക്ടർ യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്ടർ യു എന്താണ്? ഐ മൈനസ് ജെ ആണ്. ഓക്കെ, അപ്പോൾ മോഡ് വെക്ടർ യു എന്തായിരിക്കും? മോഡ് വെക്ടർ യു റൂട്ട് ഓഫ് ഐ കമ്പണന്റിന്റെ സ്ക്വയർ പ്ലസ് ജെ കമ്പണന്റിന്റെ സ്ക്വയർ. ഐ കമ്പണന്റ് എന്താണ്? ഐയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 അല്ലേ? അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് എന്താണ്? -1. അപ്പോൾ -1ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ യു മോഡ് വെക്ടർ യു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഡെൽ എഫ് ആണ് വേണ്ടത്. ലാസ്റ്റ് നമുക്ക് ഇക്വേഷനകത്തോട്ട് കൊടുക്കാം. അപ്പോൾ ഡെൽ എഫിന്റെ ഫോർമുല എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ആണ് കോർഡിനേറ്റ്, അതായത് എക്സ് വൈ എന്നാണ് ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്താണ്? പുതിയതായിട്ട് വന്നൊരു നോക്കി എഴുതുക. എഫ് എന്ന് പറയുന്നത് എഴുതുവാണെങ്കിൽ അല്ല ഡെൽ എഴുതുക. ഡെൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ആണ് ഇൻറ്റു എഫ് എന്നാണ് ഇതിനെ വായിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നതാണ് ഡെൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ എക്സും വൈയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ എന്ന് എഴുതിയത്. ഇനിയിപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഡെല്ലിൻ്റെ ഫോർമുല എങ്ങനെ വന്നേനെ? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് എന്ന് വന്നേനെ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഡെൽ എഫ് എങ്ങനെ വരും? അപ്പോൾ ആ എഫിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ എന്ന് കിട്ടി. ഇതാണ് ഡെൽ എഫ്. ഇനി എഫിൻ്റെ എഫ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ? ഉണ്ട്. എഫ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇ റേസ് ടു വൈ ആണ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ റേസ് ടു വൈ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് ഇ റേസ് ടു വൈ. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഐൻ്റെ കമ്പണന്റ് കൂടെ എന്താ കിടക്കുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ റേസ് ടു വൈ ആണ്. അതായത് എക്സ് ഇ റേസ് ടു വൈനെ നമ്മൾ എന്തിൽ ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എന്ത് വന്നു? ഐ ഇൻറ്റു വെക്ടർ കൊടുത്തേക്കണേ. ഐ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇ റേസ് ടു വൈ കോൺസ്റ്റന്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഇൻറ്റു 1 പ്ലസ് ജെ ഇൻറ്റു അടുത്ത എന്താ വരുന്നത്? എക്സ് ഇ റേസ് ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യേണ്ടത് അല്ലേ? ഡോ ബൈ ഡോ വൈ അല്ലേ കിടക്കുന്നത്. അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഇ റേസ് ടു വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു വൈ തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? ഐ ഇ റേസ് ടു വൈ പ്ലസ് ജെ ഇൻറ്റു എക്സ് ഇ റേസ് ടു വൈ എന്ന് കിട്ടി. ഡെൽ എഫ്. ഇനി നിങ്ങൾ ക്വസ്റ്റിനൊക്കെ നോക്കിയേ. ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എക്സ് ഇ റേസ് ടു വൈ അറ്റ് 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെൽ എഫ് കാണുമ്പോൾ
നമ്മൾ ആ പോയിന്റും കൂടെ കൊടുക്കണം 1 1. ഡെൽ എഫ് അറ്റ് 1 1 കൊടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? അതായത് 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു, വൈൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു? I ഇൻറ്റു ഇ റേസ് ടു 1 പ്ലസ് ജെ ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു 1 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടി? ഈ ഐ എ പ്ലസ് ഇ ജെ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡെൽ എഫ് നമുക്ക് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോർമുലയ്ക്ക് അതോട് കൊടുക്കാൻ പോവാണ്. എഫ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു ക്യാപ്പ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്താ, ഡെൽ എഫ് ഡോട്ട് വെക്ടർ യു ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ യു എന്നാണ് നമ്മൾ അറിയാം. അപ്പോൾ ഡെൽ എഫിന്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? ഇ ഐ എ പ്ലസ് ഇ ജെ എന്ന് കിട്ടി. ഡോട്ട് ഇനി വെക്ടർ യു എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു വെക്ടർ യു? വെക്ടർ യു എന്തായിരുന്നു? ഐ മൈനസ് ജെ അല്ലേ, ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ലേ? ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ യു നമുക്ക് √2 എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ കമ്പണനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് ജെ കമ്പണൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. വെക്ടർ എ എന്ന് പറയുന്ന A1IA പ്ലസ് ചുമ്മാ എഴുതുന്നതാണ് A2JA പ്ലസ് A3K എന്നും, വെക്ടർ ബി എന്ന് പറയുന്നത് B1IA പ്ലസ് B2JA പ്ലസ് B3K എന്നും ഉണ്ടെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്ന കാണുക എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു A1B1 പ്ലസ് A2B2 പ്ലസ് A3B3 ആയിരിക്കും. അതായത് ഐ കമാൻഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് ജെ കമാൻഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് കെ കമാൻഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നു ഡോട്ട് പ്രോഡക്റ്റ്. അപ്പോൾ എന്താ, ഐ കമാൻഡ് നോക്കി ഇ ആണ് ഇവിടെ ഫസ്റ്റ് ടൈം ഇ ആണ്, ഇ എ ഇൻറ്റു സെക്കൻഡ് ടൈമിൽ എന്താ കിടക്കുന്നത്? ഐ ബൈ എന്താ √2 എന്നല്ലേ? ഇതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൊന്ന്. ഞാൻ ഇവിടെ സൈഡിലായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണേ. അതായത് 1/√2 ഐ എ മൈനസ് 1/√2 ജെ എന്നല്ല ഇത് വരുന്നേ? ആണോ? സ്പ്ലിറ്റ് ആക്കുമ്പോൾ അല്ലേ? ആണോ? അപ്പോൾ എന്താ വരുന്നേ? ഐ കമ്പണന്റ് ഫസ്റ്റ് ടൈമിന്റെ ഐ കമ്പണന്റ് ഇ ആണ്, ഇ എ ഇൻറ്റു സെക്കൻഡ് കമ്പണന്റ് എന്താണ്? എന്താ ഐ കമ്പണന്റ് 1/√2 പ്ലസ് അടുത്തേ ജെ കമ്പണന്റ് നോക്കിയാൽ ഇ എ ഇൻറ്റു അടുത്ത എന്താ മൈനസ് 1/√2. അപ്പോൾ എന്ത് കിട്ടി? E/√2 മൈനസ് E/√2 എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ എന്താ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? 0 എന്ന് ആൻസർ കിട്ടി. ഇതാണ് ഇതിന്റെ ഫൈനൽ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ, ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f(1,2) ഇൻ ദ ഡയറക്ഷൻ √3/2 i പ്ലസ് 1/2 j. സൊല്യൂഷൻ, നമ്മൾ ആദ്യം നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ആ ഫോർമുല ഒന്ന് എഴുതുന്നു. എഫ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു ക്യാപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് വെക്ടർ യു ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ. ഇവിടെ വെക്ടർ യു തന്നിട്ടുണ്ട് അല്ലേ? √3/2 ഐ എ പ്ലസ് 1/2 ജെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെക്ടർ യു എഴുതുന്നു, മോഡ് വെക്ടർ യു എഴുതുന്നു. വെക്ടർ യു എന്ന് പറയുന്നത് എന്താണ്? √3/2 ഐ എ പ്ലസ് 1/2 ജെ ആണ്. മോഡ് എന്താ വരുന്നത്? ഐ കമ്പണന്റിന്റെ സ്ക്വയർ പ്ലസ് ജെ കമ്പണന്റിന്റെ സ്ക്വയർ. ഐ കമ്പണന്റിന്റെ സ്ക്വയർ എന്താ വരുന്നത്? √3/2 സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എന്ത് വരുന്നു? √3/2 സ്ക്വയർ അല്ലേ? അപ്പോൾ എന്ത് വരും? 3/4 പ്ലസ് ഇതെന്ത് വരും? 1/4 വന്നു. 3/4 പ്ലസ് 1/4 എന്താണ്? 4/4. അതായത് എന്താ വരുന്നത്? 1. √1 എന്താണ്? 1. നമുക്ക് മോഡ് യു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെൽ എഫ് കാണണം. ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എഫിന്റെ ഫോർമുല ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ അല്ലേ തന്നിട്ടുള്ളേ? അപ്പോൾ ഡെൽ എഫ് എന്ത് വരും? ഫോർമുല ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ സൈഡിലായിട്ട് എഴുതി വെച്ച ക്വസ്റ്റ്യൻ നോക്കി എക്സ് വൈ ആണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. ഡെറിവേറ്റീവ് എടുത്തേ. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇൻറ്റു 1 പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. അപ്പോൾ എന്താ വരുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? ഇറ്റ് ഈസ് ഈക്വൽ ടു YIA പ്ലസ് XJ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കൊണ്ട് കഴിഞ്ഞോ? ഇല്ല, നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കി, FO12 എന്നല്ല പറഞ്ഞേക്കുന്നത്. FO12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ മീനിങ് വരുന്നത്? FO12 എന്താ വരുന്നത്?
നമ്മളെന്താ എഫ് ഓഫ് എക്സ് വൈ അല്ലേ, അതായത് എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം ഡെൽ എഫിൻ്റെ അവിടെ. അപ്പോൾ ഡെൽ എഫ് അറ്റ് 1,2 ആണ് കാണേണ്ടത് കേട്ടോ. അത് കണ്ടിട്ട് വേണം നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയ്ക്കകത്ത് കൊടുക്കാൻ. അപ്പോൾ എന്ത് കിട്ടുന്നു, എന്ത് കിട്ടും, എക്സിൻ്റെ സ്ഥാനത്ത് 1, വൈയുടെ സ്ഥാനത്ത് 2. അപ്പോൾ എന്ത് കിട്ടുന്നു, 2y പ്ലസ് ജെ എന്ന് കിട്ടി അല്ലേ, കിട്ടിയോ, കിട്ടി. ഇനി നമ്മുടെ ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഡെൽ എഫ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, 2y പ്ലസ് ജെ ഡോട്ട് വെക്ടർ യു എന്താ കിട്ടിയിട്ടുള്ളത്, √3/2i പ്ലസ് 1/2j ഡിവൈഡഡ് ബൈ 1 അല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ. എന്താ ഡോട്ട് പ്രോഡക്റ്റ്, ഐ കമ്മണൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്ലസ് ജെ കമ്മണൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഐ കമ്മണൻ എന്താ 2y ഇൻറ്റു രണ്ടാമത്തെ പാർട്ടിയിൽ ഐ കമ്മണൻ എന്താ √3/2 പ്ലസ് ജെ കമ്മണൻ എന്താ ഫസ്റ്റ് പാർട്ട് 1 ആണ്, 1 ഇൻറ്റു സെക്കൻഡ് പാർട്ടിൽ എന്താ 1/2. ഫിസിക്കൽ എന്ത് എഴുതാൻ പറ്റി, 2 ഉം 2 കൂടെ കട്ടായി പോയി, √3 പ്ലസ് 1/2. കിട്ടിയോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ അറ്റ് -2 0 ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് π/3 വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ല, അവർ പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവ് എക്സ് ആക്സിസിൽ π/3 ആംഗിൾ മേക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ ആ ഒരു ഫോർമുല എഴുതുന്നു. ഓക്കെ, ഫോർമുല എഴുതി ബോക്സ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെക്ടർ യു കാണാനായിട്ട് അറിയില്ല, അപ്പോൾ നിങ്ങൾ എന്താ, ആദ്യം നിങ്ങൾ ഡെൽ എഫ് തന്നെ കണ്ടുപിടിക്കുക. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെക്ടർ യു ആദ്യം നിങ്ങൾ എഴുതി നോക്കി തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴോട്ട് അവർ നോക്കുന്നത് ശരിയായില്ലെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക സൈഡിലായിട്ട്. ഡെൽ എഫ് കാണാൻ നിങ്ങൾക്കറിയാം. ഡെൽ എഫിൻ്റെ ഫോർമുല എന്താണ്, ഡെൽ എഫ് ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ എന്നറിയാം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താ എഫ് എന്താ ഇവിടെ ഇ റൈസ് ടു എക്സ് വൈ അല്ലേ, അപ്പോൾ ഇ റൈസ് ടു എക്സ് വൈ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റൈസ് ടു എക്സ് വൈ. ഡെറിവേറ്റീവ് എടുത്തേ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്, ഐ ഇൻറ്റു ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇ റൈസ് ടു എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, എന്ത് കിട്ടും, ഇ റൈസ് ടു എക്സ് വൈ തന്നെ കിട്ടും അല്ലേ, ഇൻറ്റു ഇനി എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് വേണ്ടേ, ഇ റൈസ് ടുവിൻ്റെ പവറിൽ കണ്ടോ എക്സ് ഉണ്ട് വൈ ഉണ്ട്, അപ്പോൾ നമ്മൾ അതിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ, വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റൈസ് ടു എക്സ് വൈ. അപ്പോൾ എന്ത് വരുന്നു, ഇവിടെയും ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് വൈ ഉണ്ട്. ഇനി എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, വൈൻ്റെ 1 ആണ്. നമുക്ക് എന്ത് കിട്ടിയ ആൻസർ, ഇപ്പോൾ വൈ ഇ റൈസ് ടു എക്സ് വൈ ഐ പ്ലസ് എക്സ് ഇ റൈസ് ടു എക്സ് വൈ ജെ എന്ന് കിട്ടിയിട്ടുണ്ട്. ഡെൽ എഫ് കിട്ടിയിട്ടുണ്ട്. ഡെൽ എഫ് അറ്റ് ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ടല്ലേ, -2 0. ഡെൽ എഫ് അറ്റ് -2 0, അതായത് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ -2 കൊടുക്കുന്നു, വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും ആൻസർ, ഫസ്റ്റ് ടൈമിനകത്ത് തന്നെ കൊടുക്കുമ്പോൾ വൈയുടെ സ്ഥാനത്ത് 0 അല്ലേ ഇവിടെ, അപ്പോൾ ഫസ്റ്റ് ടൈം 0 ഇൻറ്റു അല്ലേ, അപ്പോൾ അത് 0 ആയിപ്പോൾ 0i പ്ലസ് രണ്ടാമത്തെ ടൈം എന്താ -2i ഇൻറ്റു ഇ റൈസ് ടു എക്സ് വൈ എന്ന്, അപ്പോൾ ഇ റൈസ് ടു -2i ഇൻറ്റു 0, അപ്പോൾ എന്താ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0ൻ്റെ വാല്യൂ എന്താണ് 1 ഇൻറ്റു ജെ. ഫിസിക്കൽ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ, -2j എന്ന് നമുക്ക് ഡെൽ എഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ട, ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനായിട്ട് വെക്ടർ യു വേണം. വെക്ടർ യു ഇവിടെ തന്നിട്ടില്ല, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് എന്താ, യൂണിറ്റ് വെക്ടർ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് π/3 വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള വെക്ടർ യുവിൻ്റെ ഒരു ഫോർമുലയുണ്ട്, അറിയാൻ വയ്യാത്തവർ എഴുതി വെക്കുക. വെക്ടർ യു എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ കോസ് തീറ്റ ഐ എ പ്ലസ് സൈൻ തീറ്റ ജെ എന്നാണ് ആ ഫോർമുല. അതായത് നമ്മൾ π/3 കോർഡിനേറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇത് കോസ് തീറ്റ സൈൻ തീറ്റ
പണ്ട് നമ്മൾ പഠിക്കുന്നതാണ് പോളാർ ഫോം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ. അപ്പോൾ യു എന്താ ഇങ്ങനെ ആംഗിൾ തരുന്ന കേസിൽ വെക്ടർ യുവിൻ്റെ ഫോം ഇതാണ് കേട്ടോ. വെക്ടർ യു എന്ന് പറയുന്നത് ഇതാണ്. പോസിറ്റീവ് എക്സ് ആക്സിസ്, രണ്ട് ഓൾ പോസിറ്റീവ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവ്. ഓക്കെ, സെക്കൻഡ് ക്വാർട്ടർ എന്തായിരുന്നേ? എന്താ സൈൻ പോസിറ്റീവ്, ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിക്കകത്ത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ചോദിക്കത്തോളൂ കേട്ടോ, സെക്കൻഡ് ക്വാഡ്രന്റ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്ത് വരും? അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ യുവിൻ്റെ ഫോർമുല. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി. വെക്ടർ യു ഇസ് ഈക്വൽ ടു കോസ് π/3 IA പ്ലസ് എന്താ സൈൻ π/3 J. ഇതാണ് നമ്മുടെ വെക്ടർ യു എന്ന് പറയുന്നത്. അപ്പോൾ കോസ് π/3യുടെ വാല്യൂ എന്താണ്? കോസ് π/3 അറിയുമോ? കോസ് π/3 ആർക്കെങ്കിലും അറിയോ? കോസ് π/3 കോസ് π/3 സൈൻ π/3. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് നിങ്ങൾ ഈ ആംഗിളൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയണം. കാൽക്കുലേറ്റർ അടിച്ചിട്ടുള്ള ആംഗിൾ അല്ല കേട്ടോ, കാൽക്കുലേറ്റർ പോയിന്റ് വൈസ് ആയിരിക്കും വരുന്നത്. അതല്ല, കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 IA പ്ലസ് സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 J. വെക്ടർ യു എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മോഡ് വെക്ടർ യു കാണും. മോഡ് വെക്ടർ യു എന്ന് പറയുമ്പോൾ എന്ത് വരും? √1/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ 1/2 ദ ഹോൾ സ്ക്വയർ? 1/4 പ്ലസ് √3/2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരുന്നു? 3/4. ഫിസിക്കൽ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഇസ് ഈക്വൽ ടു del f ഡോട്ട് വെക്ടർ യു ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ യു. del f എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? എന്തായിരുന്നു കിട്ടിയത്? -2j ഡോട്ട് വെക്ടർ യു എന്താ കിട്ടിയത്? 1/2 I പ്ലസ് √3/2 J. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഐ കമ്പണൻറ്റിൻ്റെ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, കോയിഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ജെ കമ്പണൻ തമ്മിൽ. ഫസ്റ്റ് പാർട്ടിനകത്ത് ഐ കമ്പണന്റ് ഇല്ല, അപ്പോൾ ഐ കമ്പണന്റെ ആദ്യത്തെ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോൾ. അപ്പോൾ 0 × 1/2 I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 0 IA. അതായത് ഫസ്റ്റ് പാർട്ട് എന്താ വരുന്നത്? 0 IA - 2j ഡോട്ട് 1/2 I പ്ലസ് √3/2 J എന്നല്ലേ ഇതിൻ്റെ മീനിങ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്? 0 × 1/2 പ്ലസ് അടുത്ത എന്താ? -2 × √3/2. 2 × 2 കട്ടായിപ്പോയി. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? -√3 എന്ന് കിട്ടി. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് f(x, y) is equal to e raised to x sec y at the point p of 0 π/4 in the direction of vector pq where q is the origin. ഫസ്റ്റ് നമ്മൾ del f കാണാം. del f കാണുന്നതിനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. I × ∂f/∂x പ്ലസ് j × ∂f/∂y എന്നറിയാം. അത് കൊടുത്ത് നമുക്ക് del f ആദ്യം കാണാം. del f അപ്പോൾ എങ്ങനെ വന്നു? I × ∂/∂x ഓഫ് e raised to x sec y പ്ലസ് j × ∂/∂y ഓഫ് e raised to x sec y. അപ്പോൾ എന്താ വരുന്നത്? I × ∂/∂x ഓഫ് e raised to x sec y എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ sec y കോൺസ്റ്റന്റ് ആണ്, e raised to x ഡെറിവേറ്റീവ് e raised to x ആണ്, പ്ലസ് j × e raised to x sec y ആണ്. വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ e raised to x കോൺസ്റ്റന്റ് ആണ്. sec y ന്റെ എന്ത് വരുന്നു? sec y tan y എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവർ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്താണ്? 0 π/4 ആണ്. del f at 0 π/4 എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? വിച്ച് ഇസ് ഈക്വൽ ടു I × sec y. sec
π/4 e raised to 0a plus j into e raised to 0a sec π/4 tan π/4 which is equal to I into എന്താ sec π/4ന്റെ വാല്യൂ എന്താണ് √2 ആണ്. e raised to 0 എന്ന് പറയുന്നത് 1 എന്നറിയാം. അപ്പോൾ √2 പ്ലസ് j ഇൻറ്റു √2 എന്ന് കിട്ടി അല്ലേ. tan π/4 1 എന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഡെൽ എഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ വെക്ടർ യു ഡിവൈഡ് ബൈ മോഡ് വെക്ടർ യു കാണണം. അതായത് യു ക്യാപ്പ് കാണണം. യു ക്യാപ്പ് കാണാനായിട്ട് അവർ പറഞ്ഞേക്കുന്നത് വെക്ടർ പി ക്യൂ എന്നാണ് തന്നേക്കുന്നത് അല്ലേ. വെക്ടർ പി ക്യൂ. വെക്ടർ പി ക്യൂവിൻ്റെ ഇതെങ്ങനെ വെക്ടർ പി ക്യൂ എങ്ങനെ കാണുന്നത്? പി എന്ന് പറയുന്ന പോയിന്റ് എന്താ തന്നേക്കുന്നത്? 0 π/4 ആണ് തന്നേക്കുന്നത്. 0 π/4. ക്യൂ എന്ന് പറയുന്ന ഒറിജിനൽ തന്നെ. അപ്പോൾ ഒറിജിനൽ എന്ന് പറയുമ്പോൾ എന്താ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റിന്റെ വെക്ടർ പി ക്യൂ ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ രണ്ട് പോയിന്റ് തമ്മിലുള്ള എന്താ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെക്ടർ പി ക്യൂ എങ്ങനെ കാണുന്നത്? അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പി എന്ന് പറയുന്നത് A1 എന്നും B1 എന്നും പറയുന്ന ഒരു കോർഡിനേറ്റും ക്യൂ എന്ന് പറയുന്നത് A2 എന്നും B2 എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണെങ്കിൽ വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത്, വെക്ടർ പി ക്യൂ അറിയാത്തവർ എഴുതുക, വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത് A2 മൈനസ് A1i പ്ലസ് B2 മൈനസ് B1j ആയിരിക്കും കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ? അപ്പോൾ വെക്ടർ പി ക്യൂ എന്താ നമ്മുടെ ഇവിടുത്തേത്? എന്താ വരുന്നേ? എന്താ വരുന്നേ? നോക്കിയിട്ട് പറഞ്ഞേ. 0 മൈനസ് 0i പ്ലസ് B2ന്റെ സ്ഥാനത്ത് എന്താ? 0 മൈനസ് B1 എന്താ? π/4 j which is equal നമുക്ക് എന്ത് കിട്ടി? മൈനസ് π/4 j എന്ന് കിട്ടി. കിട്ടിയോ? വെക്ടർ പി ക്യൂ കിട്ടിയോ? അപ്പോൾ വെക്ടർ പി ക്യൂവിന്റെ ഫോർമുല ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. ഇങ്ങനെയാണ് കാണേണ്ടത്. അതായത് വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ക്യൂ മൈനസ് പി. ഇങ്ങനെ ആലോചിച്ചാലും മതി. അതായത് ക്യൂവിന്റെ ഐ കോർഡിനേറ്റ് എടുക്കുന്നു, അതേ മൈനസ് പിയുടെ ഐ കോർഡിനേറ്റ്, ഐ കമ്പോണന്റ് കോർഡിനേറ്റ് അല്ല ഐ കമ്പോണന്റ്, മൈനസ് ജെയുടെ ക്യൂ കോർഡിനേറ്റ് മൈനസ് ജെയുടെ പി കോർഡിനേറ്റ്. ഓക്കെ, ഇത്രയല്ലേ? കിട്ടിയോ? നമുക്ക് വെക്ടർ പി ക്യൂ കിട്ടിയിട്ടുണ്ട്. വെക്ടർ പി ക്യൂ ആണ് നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള ഡയറക്ഷൻ, അതായത് വെക്ടർ യു ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ മോഡ് വെക്ടർ യു എന്താ വരുന്നത്? മോഡ് വെക്ടർ യു എന്താ വരുന്നത്? √- π/4ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? π/4. ഇനി നിങ്ങൾ ഡയറക്റ്റ് കൊടുത്താൽ മതിയല്ലോ. du വെക്ടർ duf is equal to del f dot n cap അല്ല u cap. ഓക്കെ, ഈക്വൽ ടു ചെയ്തേ. del f എന്താ കിട്ടിയിട്ടുള്ളത്? √2i പ്ലസ് √2j ഡോട്ട് യു ക്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താ? വെക്ടർ യു ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ യു അല്ലേ. അതായത് മൈനസ് π/4 j ഡിവൈഡഡ് ബൈ π/4. ഇത് കട്ടായിപ്പോയി. ഫസ്റ്റ് ഐ കമ്പോണന്റ് തമ്മിൽ നോക്കുന്നു. ഐ കമ്പോണന്റ് എന്താ? ഫസ്റ്റ് പാർട്ടിൽ √2 ഉണ്ട്, സെക്കൻഡ് പാർട്ടിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ √2 ഇൻറ്റു 0, 0 വന്നു. 0 പ്ലസ് ജെ കമ്പോണന്റ് നോക്കി. ഫസ്റ്റ് പാർട്ടിൽ √2 ഉണ്ട്, √2 ഇൻറ്റു സെക്കൻഡ് പാർട്ടിലെ ജെ കമ്പോണന്റ് എന്താ? -1 അല്ലേ, വെട്ടിപ്പോയില്ലേ π/4. അപ്പോൾ -1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? -√2 എന്ന് ആൻസർ കിട്ടി. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് f of xy z is equal to e raised to xy z at the point 1 1 1 in the direction of unit vector along x axis. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡയറക്ഷൻ ഡെറിവേറ്റീവിനകത്ത് ഡെൽ എഫ് കാണുമ്പോൾ ഒരു കാര്യം നോക്കാം. ഇത്രയും ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് കോർഡിനേറ്റ് എന്തായിരുന്നു? xy ആയിരുന്നു. ഇവിടെ എന്താ? ഇസഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽ എഫിന്റെ ഫോർമുലയ്ക്കകത്ത് എന്ത് മാറ്റം വരുന്നു? ഡെൽ എഫ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു ∂f/∂x പ്ലസ് j ഇൻറ്റു ∂f/∂y പ്ലസ് k ഇൻറ്റു ∂f/∂z
ഡോ ഇസഡ്. ഓക്കെ, ഇസഡും കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടുപിടിച്ചേ. ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്താണ് ഇവിടെ? ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ആണ്. പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ആണ്. ആ, ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഇ റേസ് ടു എക്സ് വൈ സെഡ് ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് വൈ സെഡ് തന്നെയാണ് അല്ലേ? ഇ റേസ് ടു എക്സ് വൈ സെഡ് കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു എക്സ് വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യേണ്ടേ. എക്സ് വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വൈ സെഡ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ഒരു ഐയും കൂടെ ഉണ്ട്. പ്ലസ് അടുത്ത ജെയുടെ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ജെ ഇൻറ്റു ഡോ ബൈ ഓഫ് ഇ റേസ് ടു എക്സ് വൈ സെഡ്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു എക്സ് വൈ സെഡിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് വൈ സെഡ് തന്നെയാണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വൈ സെഡിനെ ചെയ്യണം. എക്സ് വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എക്സ് സെഡ് കോൺസ്റ്റന്റ് ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് കെ ഇൻറ്റു ഇ റേസ് ടു എക്സ് വൈ സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോഴും ഇ റേസ് ടു എക്സ് വൈ സെഡ് തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുന്നു. എക്സ് വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ എക്സ് വൈ കോൺസ്റ്റന്റ് ആണ്, ഇസഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എന്താ വരുന്നത്? എന്ത് വരും? വൈ ഇസഡ് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ഇസഡ് ഇ റേസ് ടു എക്സ് വൈ ഇസഡ് ജെ പ്ലസ് എക്സ് വൈ ഇ റേസ് ടു എക്സ് വൈ ഇസഡ് കെ. നമ്മുടെ അടുത്ത് അവർ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്താണ്? പോയിന്റ് 1 1 അല്ലേ? അപ്പോൾ ഡെൽ എഫ് അറ്റ് 1 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ഉള്ളിടത്ത് 1 കൊടുക്കുക, വൈ ഉള്ളിടത്ത് 1 കൊടുക്കുക, ഇസഡ് ഉള്ളിടത്ത് 1 1 ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു 1. അപ്പോൾ എന്താ വരുന്നത്? ഇ അല്ലേ വരുന്നത്. അപ്പോൾ ഇ ഐ പ്ലസ് അടുത്ത ടൈം എന്താവും? ഇ ജെ പ്ലസ് അടുത്തത് എന്താവും? ഇ കെ. അപ്പോൾ നമുക്ക് ഡെൽ എഫ് അറ്റ് 1 1 1 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ അല്ലേ വേണ്ടേ? ഡയറക്ഷൻ കാണുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. അവർ പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെക്കുക. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് വെക്ടർ യു എന്ന് പറയുന്നത് ഐ ആയിരിക്കുമേ. വെക്ടർ യു എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഐ. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ഐ ആണ്. വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ അപ്പോൾ എന്താണ്? വൈ ആക്സിസിലുള്ള എന്താണ്? അപ്പോൾ എന്താ വൈ ആക്സിസിലുള്ള? ജെ. ഇസഡ് ആക്സിസിലുള്ളത് എന്താ? കെ. അപ്പോൾ നിങ്ങളുടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വേറൊരു ക്വസ്റ്റ്യൻ ചുമ്മാ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ചോദിക്കുന്നത് നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എന്താ എഴുതണ്ടേ? നെഗറ്റീവ് വൈ ആക്സിസ് നെഗറ്റീവ് വൈ ആക്സിസ് ആകുമ്പോൾ വെക്ടർ യു എന്താവും? വെക്ടർ യു എന്ന് പറയുന്നത് മൈനസ് ജെ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറക്ഷൻ എന്താ? നെഗറ്റീവ് വൈ ആക്സിസ് ആണെങ്കിൽ മൈനസ് ജെ, നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് മൈനസ് ഐ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വെക്ടർ യു നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. യു മോഡ് വെക്ടർ യു എന്താണ്? എന്താ 1 അല്ലേ? 1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റേ ഫോർമുലയ്ക്കകത്തോട് കൊടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡെൽ എഫ് ഡോട്ട് വെക്ടർ യു ക്യാപ്പ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് നമുക്കിപ്പോൾ മുകളിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇ ഐ എ പ്ലസ് ഇ ജെ എ പ്ലസ് ഇ കെ എ ഡോട്ട് എന്താണ്? ഐ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഐ കമ്പണന്റ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പാർട്ടിൽ. അപ്പോൾ ഒരെണ്ണം മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഐ കമ്പണന്റ് ആദ്യത്തെ ഐ കമ്പണന്റ് നോക്കി ഇ ആണ്. ഇ എ ഇൻറ്റു രണ്ടാമത്തേതിൻ്റെ എന്താണ്? 1 പ്ലസ് അടുത്ത ജെ കമ്പണന്റ് ഉണ്ടോ? ഇല്ല, 0 പ്ലസ് കെ കമ്പണന്റ് എന്താ? 0 ആയി പോകും അല്ലേ? നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഇ എന്ന് കിട്ടി. ഫൈനലായിട്ടുള്ള ആൻസർ ഇ ആണ്. ഡൈവർജൻസ് ആൻഡ് കേൾ. ഈ ഡൈവർജൻസ് ആൻഡ് കേളിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. പ്രോപ്പർട്ടീസ് വെച്ചിട്ട് കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിലെ ഒരു പ്രോബ്ലം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ അതിൻ്റെ ഞാനൊരു റെക്കോർഡ് സെഷൻ ഉണ്ട്,
നേരത്തെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതിൻ്റെ ഒരു റെക്കോർഡ് സെഷൻ തരുന്നതായിരിക്കും. അത് താല്പര്യമുള്ളവർ മാത്രം കാണുക. പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ഇതിന് ഒരു ഓർ ക്വസ്റ്റ്യൻ കാണും. ആ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യത്തെ സെഷനിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ സമയം കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് മാത്രം, അത് കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് സമയം കളഞ്ഞ് അത്രയും പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് തെറ്റിച്ചിട്ട് വരല്. അത് കുറച്ച് കാര്യങ്ങൾ വേറൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളപ്പോൾ 23-ാം തീയതി വല്ല സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കാം. ഞാൻ ഇന്ന് തന്നെ ഞാൻ അത് അയച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലാതെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഡൈവർജൻസ് ആൻഡ് കേൾ എന്ന് പറയുന്നത് എളുപ്പമാണ്. ഇതിനകത്തുനിന്ന് എ പാർട്ടിലാണ് നമുക്ക് കൂടുതലായിട്ട് പ്രോബ്ലംസ് വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ 7 മാർക്കിന് ബി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡൈവർജൻസ് ആൻഡ് കേൾ ഓഫ് ദ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. ഡൈവർജൻസ് ആൻഡ് കേള്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, പിന്നെ വർക്ക് ഡണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്റഗ്രേഷൻ ആണ്. പക്ഷേ ഇന്റഗ്രേഷൻ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് ശ്രദ്ധിച്ചിരിക്കുക, പാർട്ട് ബി ആണ്. നിങ്ങളുടെ മൊഡ്യൂൾ 1 പാർട്ട് ബിയിലെ ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും പഠിപ്പിച്ചതൊക്കെ പാർട്ട് എയിൽ ചോദിക്കുന്നതാണ്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഒക്കെ പാർട്ട് എയിൽ ചോദിക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് പാർട്ട് ബിയിൽ ചോദിക്കാം. ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് 7 മാർക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എന്തായിരിക്കും? ഡയറക്ഷൻ തരത്തില്ല. നമ്മൾ മുമ്പേ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അതിനകത്ത് കാണും. ഡയറക്ഷൻ എന്തെങ്കിലും എക്സ് ആക്സിസോ അല്ലെങ്കിൽ നെഗറ്റീവ് വൈ ആക്സിസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അവർ തരും, അല്ലെങ്കിൽ വെക്ടർ പി ക്യൂ എന്നൊക്കെ തരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 7 മാർക്കിനാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ പാർട്ട് ബിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതുക, ഡൈവർജൻസ് ആൻഡ് കേൾ. ഡൈവർജൻസ് ആൻഡ് കേൾ എന്ന് പറയുന്നത് ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് എഴുതി പോകുന്നത്. ഡൈവർജന്റ് എഫ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വെക്ടർ എഫ് എന്ന് പറയുന്നത് ഞാൻ ജനറലി എഴുതുന്നു. വെക്ടർ എഫ് എന്ന് പറയുന്നത് F1IA പ്ലസ് F2JA പ്ലസ് F3K എന്നുണ്ടെങ്കിൽ ഡൈവർജന്റ് എഫിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് വെക്ടർ എഫ് ആണ്. ഡെൽ ഡോട്ട് വെക്ടർ എഫ്. ഇതിനകത്ത് ഡെല്ല് നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എന്താ IJK എന്നാ കോർഡിനേറ്റ് എടുത്തേക്കുന്നത് അല്ലേ? IJK. ഇപ്പോൾ ഡെൽ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ് എന്ന് ഞാൻ ഇന്നലെ പഠിപ്പിച്ചതാണ്. എന്താണ്? എക്സ് വൈ ഇസഡ് ആക്സിസ് ആണ്. IJK ഉണ്ടെങ്കിൽ ഡെല്ലിന്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? I ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് എന്താ വരുന്നത്? J ഇൻറ്റു ഡോ ബൈ ഡോ വൈ എ പ്ലസ് K ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ, നമ്മൾ കുറേ മുന്നേ ചെയ്താണ് ഡെല്ലിന്റെ ഫോർമുല എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഇതിനകത്തോട്ടൊന്ന് കൊടുത്തേ. ഡൈവർജന്റ് എഫിനകത്തോട്ട് ഡെൽ ഡോട്ട് എഫ്. അപ്പോൾ ഡെല്ലിന്റെ സ്ഥാനത്ത് I ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് J ഇൻറ്റു ഡോ ബൈ ഡോ വൈ എ പ്ലസ് K ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. ഡോട്ടാണ്. ഡോട്ട് F1IA പ്ലസ് F2JA പ്ലസ് F3KA. അപ്പോൾ എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഐ കമണ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഡോ ബൈ ഡോ എക്സ് ഓഫ് F1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് F3. കിട്ടിയോ? ഇതാണ് ഡൈവർജന്റ് എഫിന്റെ ഫോർമുല. ഫോർമുല വന്നതാണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ ആണോ? ഡൈവർജന്റ് എഫ് എഴുതി കഴിഞ്ഞോ? അങ്ങനെയാണ് കേൾ എഫ്, കേൾ വെക്ടർ എഫ്. കേൾ വെക്ടർ എഫ് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് വെക്ടർ എഫ് ആണ്. ഡെൽ ക്രോസ് വെക്ടർ എഫ്. ഇത് ഇൻറ്റു അല്ല, ക്രോസ് ആണ്. ക്രോസ്, അതായത് ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ഇന്നലെ പറഞ്ഞാണ് IAJA അപ്പോൾ ഡെൽ എന്ന് പറയുന്നതിന്റെ ഐ കമ്പോണന്റ് എന്താണ്? ഡെല്ലിന്റെ ഐ കമ്പോണന്റ് എന്താണ്? ഡോ ബൈ ഡോ എക്സ് അല്ലേ? J കമ്പോണന്റ് എന്താണ്? ഡോ ബൈ ഡോ വൈ. K കമ്പോണന്റ് എന്താണ്? ഡോ ബൈ ഡോ ഇസഡ്. ഇനി
വെക്ടർ എഫിന്റെ ഐ കമ്പോണന്റ് എന്താണ്? തൊട്ട് മുകളിൽ ഞാൻ വെക്ടർ എഫ് എഴുതിയിട്ടുണ്ട്. ഐ കമ്പോണന്റ് എന്താ? F1, ജെ കമ്പോണന്റ് എന്താ? F2, കെ കമ്പോണന്റ് എന്താ? F3. F1, F2, F3. ഇനി ഇതിന്റെ ഡിറ്റ് വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കേളഫ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഇനി അപ്പോൾ ഡൈവർജന്റും കേളിന്റെ ഒക്കെ കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസും കൂടെ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് പറയുവാണ്. നോക്കുക. സോളിനോയിഡൽ ഒരു വെക്ടർ തന്നിട്ട് സോളിനോയിഡിലാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ കാണണ്ടേ? ഡെൽ ഡോട്ട് വെക്ടർ എഫ് 0 എന്ന് കാണിച്ചാൽ മതി. 0. അതായത് ഡെൽ ഡോട്ട് വെക്ടർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെൽ ഡോട്ട് വെക്ടർ എഫ്? എന്താ ഡെൽ ഡോട്ട് വെക്ടർ എഫ്? ഡൈവർജന്റ് എഫ് ആണോ? ഡൈവർജന്റ് എഫ് 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സോളിനോയിഡിലായിരിക്കും. എഴുതിക്കോ. ഇഫ് del dot vector f is equal to 0, then vector f is solenoidal vector. Then vector f is solenoidal vector. Okay. ഇനി irrotational. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇറോട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. പാർട്ട് ബിയിൽ ചോദിക്കുന്ന കേട്ടോ ഈ പറയുന്നതൊക്കെ. ഇറോട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുക. വെക്ടർ എഫ് തരും. ഇറോട്ടേഷണൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഡെൽ ക്രോസ് വെക്ടർ എഫ്, ഡെൽ ക്രോസ് ആണ് ഇത്, ക്രോസ് ഡെൽ ക്രോസ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു 0. അതായത് കേൾ എഫ് 0 എന്ന് കാണിച്ചാൽ മതി. കേൾ വെക്ടർ എഫ് 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറോട്ടേഷണൽ ആയി. ഓക്കെ. ഇനി ഈ ഡെൽ ക്രോസ് വെക്ടർ എഫ്, അതായത് കേൾ എഫിനെ തന്നെ നമുക്ക് എന്താ കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട് കേൾ എഫിന്റെ. ആ കേൾ എഫിന്റെ മാത്രം ഞാൻ ഇവിടെ നിന്ന് എഴുതുവാണേ. കേൾ എഫ് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. വെക്ടർ എഫ് എന്ന് പറയുന്നത് ഇറോട്ടേഷണൽ എന്ന് പറയാൻ പറ്റും. ഇറോട്ടേഷണൽ അത് ഞാൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വെക്ടർ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ വെക്ടർ എഫ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്തും ആയിരിക്കും. വെക്ടർ എഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അങ്ങനെയാണ് വെക്ടർ എഫ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ നമുക്ക്, അല്ല വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ എഫിന് നമുക്ക് ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും. ഡെൽ ഫൈ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽ ഫൈക്കകത്ത് ഈ ഫൈനെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഈ ഫൈനെ പറയുന്ന പേരാണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു വെക്ടർ എഫ് തരും ക്വസ്റ്റിനകത്ത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അതിന് കേൾ എഫ് കണ്ടുപിടിക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ? ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിച്ചാൽ അത് 0 ആകണമെന്ന് നമ്മൾ നോക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ അതെന്താണ്? ഇറോട്ടേഷണൽ ആണ്, കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് ആയതുകൊണ്ട് വെക്ടർ എഫ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. അപ്പോൾ വെക്ടർ എഫ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയതുകൊണ്ട് നമുക്ക് വെക്ടർ എഫിനെ ഡെൽ ഫൈ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ഡെൽ ഫൈ കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ ഫൈ കണ്ടുപിടിക്കുന്നു. ഫൈ ആണ് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും സംഭവം എന്ന് പറയുന്നത് പാർട്ട് ബിയിലെ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ സെക്ഷനിൽ ചെയ്യാം. ഡൈവർജൻസിന്റെ കുറച്ച് നോർമലായിട്ട് ചോദിക്കുന്ന കേറ്റീവ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനുശേഷം കേളിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. ഇത്ര എഴുതി കഴിഞ്ഞോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ എ പാർട്ടിൽ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ എ പാർട്ടിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ബി പാർട്ടിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബി പാർട്ടിൽ 7 മാർക്കും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫൈൻഡ് the divergence and curl of vector f is equal to
എക്സ് സ്ക്വയർ വൈ ഐ എ പ്ലസ് 2y cube z j a plus 3zk. At the point 1, 2, 1. 1, 2, 1 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡൈവർജന്റ് എഫും കാണുക, അതേപോലെ തന്നെ കേൾ എഫും കാണുക. കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് ഡൈവർജന്റ് എഫ്. സൊല്യൂഷൻ ഡൈവർജന്റ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഡോട്ട് വെക്ടർ എഫ് ആണ്. ഡെൽ ഡോട്ട് വെക്ടർ എഫ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ കമ്പോണന്റ് പ്ലസ്, ഇവിടെ കണ്ടോ, ഇവിടെ ഐ കമ്പോണന്റ് പോയി കേട്ടോ. അതായത് നമ്മൾ ഡെൽ ഡോട്ട് ആണ് എടുക്കുന്നത്. ഡെല്ലിനകത്ത് ഐയും വെക്ടർ എഫിനകത്തുള്ള ഐയും കൂടെ മാറിയിട്ട് ഐ ഡോട്ട് ഐ 1 ആവും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ. ബാക്കി ബാലൻസ് ഉള്ള എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ എ പ്ലസ് അടുത്ത എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് 2y ക്യൂബ് z. ഇതങ്ങ് എഴുതിയാൽ മതി. അതായത് ഇങ്ങനെ ഓർത്താൽ മതി. ഡൈവർജന്റ് എഫ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് എഴുതുന്നു, ഐ കമ്പോണന്റ് എഴുതുന്നു. ഡോ ബൈ ഡോ വൈ എഴുതുന്നു, ജെ കമ്പോണന്റ് എഴുതുന്നു. ഡോ ബൈ ഡോ ഇസ് എഴുതുന്നു, കെ കമ്പോണന്റ് എഴുതുന്നു. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 3z. കണ്ടുപിടിച്ചേ, ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ, എന്നിട്ട് ആൻസർ പറയണേ. ഇതേപോലെ തന്നെ നമ്മൾ എന്താ, അപ്പോൾ ഡൈവർജന്റ് എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡൈവർജന്റ് എഫ് അറ്റ് 1, 2, 1 കാണണം അല്ലേ? ഡെൽ ഡോട്ട് എഫ് വെക്ടർ എഫ് അറ്റ് 1, 2, 1. അതും നിങ്ങൾ കണ്ടുപിടിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആൻസർ പറയണേ. എന്ത് കിട്ടുന്നു ഇതിന്റെ ആൻസർ? വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 2xy പ്ലസ് 2xy plus 6 y square z plus 3. കറക്റ്റ് ആൻസർ ആണ്. ഇനി അറ്റ് 1, 2, 1 കൊടുത്തേ, പോയിന്റ് ഒന്ന് കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടുന്നു? 2 × 1 × 2 പ്ലസ് 6 × വൈൻ്റെ അവിടെ എന്താ 2 സ്ക്വയർ, അപ്പോൾ 4 വന്ന് × 1 പ്ലസ് 3. ആൻസർ എന്ത് കിട്ടി? 4 പ്ലസ് 24 പ്ലസ് 3 31. കിട്ടിയോ എല്ലാവർക്കും? 31 എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എന്താ, കേളഫ് കാണാം. കേളഫ് കുറച്ച് സ്പീഡ് ചെയ്ത് പോകണം കേട്ടോ. കേളഫ് ഡെൽ ക്രോസ് വെക്ടർ എഫ് ഐ എ ജെ എ കെ എഴുതുന്നു അല്ലേ? ഐ ജെ കെ. രണ്ടാമത്തെ റോയിൽ എന്താ വേണ്ടേ? ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. തേർഡ് റോയിൽ എന്താ വേണ്ടേ? ഓരോന്നിൻ്റെയും, അതായത് നമുക്ക് വെക്ടർ എഫ് തന്നിട്ടുണ്ടല്ലോ, വെക്ടർ എഫിന്റെ ഐ കമ്പോണന്റ് എഴുതുക. ഐ കമ്പോണന്റിന്റെ അടിയിൽ എന്താ? എക്സ് സ്ക്വയർ വൈ. ജെ കമ്പോണന്റ് എന്താണ്? 2y ക്യൂബ് ഇസഡ്. കെ കമ്പോണന്റ് എന്താണ്? 3z. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കാൻ അറിയാമല്ലോ. എന്താണ്? ഒരു സെക്കൻഡ്. വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഐ എടുക്കണം ആദ്യം. ഐ എ ഇൻറ്റു ഐ വരുമ്പോൾ എന്താ? ഐ വരുന്ന കോളവും റോയും മാറ്റി, ബാക്കിയുള്ളതിന്റെ ബിറ്റ് വാല്യൂ ഡോ ബൈ ഡോ വൈ ഓഫ് 3z. ഡോ ബൈ ഡോ വൈ ഓഫ് 3z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 0 അല്ലേ വരുന്നത്? ആണോ? 0 മൈനസ് അടുത്ത എന്താ? ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2y ക്യൂബ് ഇസഡ്. അതായത് 2y ക്യൂബ് ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? 2y ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, ഇസഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. മൈനസ് ഇട്ടു ജെ എ ഇൻറ്റു, ഇനി ജെ എടുക്കുമ്പോൾ ജെ വരുന്ന, ഒരു സെക്കൻഡ്, ജെ വരുന്ന കോളവും റോയും നമ്മൾ മാറ്റി വെച്ചു. ബാക്കിയുള്ള ഡിറ്റ് വാല്യൂ ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z എന്തായി പോവും? എന്താ? 0 അല്ലേ വരുന്നേ? 0 മൈനസ് അടുത്ത എന്താ വരുന്നത്? ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എന്ത് വരും? എക്സ് സ്ക്വയർ വൈ, അതും 0 ആയിപ്പോയി. അടുത്ത് പ്ലസ് ഇട്ടു, ഡിറ്റർമിനന്റ് കാണുമ്പോൾ അടുത്തത് പ്ലസ് സൈൻ ആണ് കൊടുക്കുന്നത്. പ്ലസ് ജെ ഇൻറ്റു
ഇനി ജെ എടുക്കുമ്പോൾ എന്താ വരുന്നത്? ജെ വരുന്ന സോറി കെ വരുമ്പോൾ കെ എടുക്കുമ്പോൾ എന്താ വരുന്നത്? കെ വരുന്ന കോളവും റോയും നമ്മൾ മാറ്റി നിർത്തി, ബാക്കിയുള്ളതിന് ഡിറ്റർമിൻ്റ് വാല്യൂ. ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y³ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തായി പോവും? 0 ആയി പോവും. 0a മൈനസ്. അടുത്ത എന്താ വേണ്ടത്? ഡോ ബൈ ഓഫ് x²y ആണ്. ഡോ ബൈ ഓഫ് x²y, അതായത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ x²y ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ x² കോൺസ്റ്റന്റ് ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ നമുക്ക് x² എന്ന് കിട്ടി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? മൈനസ് 2y³ എന്ത് കിട്ടി? മൈനസ് x²k. ജെ കമ്പണന്റ് 0 ആയിപ്പോയി, അത് ഞാൻ എഴുതിയില്ല. ഇത്രയും കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് തന്നിട്ടുണ്ട് ഇല്ലേ? ഡെൽ ക്രോസ് വെക്ടർ എഫ് അറ്റ് 1 to 1 എന്നല്ലേ തന്നേക്കുന്നേ. 1 to 1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു, വൈൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു, ഇസിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? മൈനസ് 2y ഇൻറ്റു 2³ മൈനസ് 1² ഇജിക്കൽ എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? മൈനസ് 16i മൈനസ് k എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൈവർജൻസ് ആൻഡ് കേൾ ഓഫ് ദ വെക്ടർ ഫീൽഡ് വെക്ടർ എഫ് ഓഫ് xy z ഈസ് ഈക്വൽ ടു yzia പ്ലസ് xy²ja പ്ലസ് yz²k ആണ്. ഡൈവർജന്റ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, ഡൈവർജന്റ് എഫ് എന്താ വരുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ കമ്പണന്റ് yz പ്ലസ് അടുത്ത് ഡോ ബൈ ഡോ വൈ ഓഫ് കെ കമ്പണന്റ് പ്ലസ് അടുത്തത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ജെ കമ്പണന്റ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെ കമ്പണന്റ് yz². അപ്പോൾ എന്ത് കിട്ടുന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ചെയ്യേണ്ടത് yz. അപ്പോൾ 0a പ്ലസ് ഇതെന്ത് കിട്ടുന്നു? xy². അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എന്താ y ചെയ്യുമ്പോഴത്തേക്ക് 2y. ഇതെന്ത് കിട്ടുന്നു? 2yz. ഫൈനലായിട്ടുള്ള ആൻസർ എന്ത് കിട്ടി? 2xya പ്ലസ് 2yz എന്ന് കിട്ടി. ഓക്കെ, ഇനി KLF കാണാൻ പോവാണ്. KLF വെക്ടർ എഫ് i j k. ഓക്കെ, രണ്ടാമത്തെ റോയിൽ എന്താ എഴുതണ്ടേ? ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. തേർഡ് റോയിൽ yz, അതായത് വെക്ടർ എഫിനകത്തുള്ള ഐ കമ്പണന്റ് എഴുതുന്നു, വെക്ടർ എഫിനകത്തുള്ള ജെ കമ്പണന്റ് എഴുതുന്നു, വെക്ടർ എഫിനകത്തുള്ള ഇസഡ് കമ്പണന്റ് എഴുതുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിൻ്റ് വാല്യൂ ആണ് കാണണ്ടേ. എന്താ വരുന്നത്? ഡോ ബൈ ഡോ വൈ ഓഫ് yz² ആണ്. അപ്പോൾ എന്ത് കിട്ടുന്നു? yz² ആണ്, അപ്പോൾ z² വന്നു, മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് xy². എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി അടുത്തത് മൈനസ് ജെ ഇൻറ്റു ജെ എടുക്കുമ്പോൾ ജെ വരുന്ന കോളവും റോയും മാറ്റി, ഡോ ബൈ ഡോ എക്സ് ഓഫ് yz², 0 വന്നു, മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് yz, അപ്പോൾ മൈനസ് y വന്നു, പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളവും നമ്മൾ മാറ്റി, ഡോ ബൈ ഡോ എക്സ് ഓഫ് xy². അപ്പോൾ എന്ത് കിട്ടി? എക്സിൻ്റെ എന്താണ്? 1 ആണ്, y² കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ y² ഇൻറ്റു 1 y², മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് yz. അപ്പോൾ എന്ത് കിട്ടി? z കിട്ടി. വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ z²i പ്ലസ് yja പ്ലസ് y² മൈനസ് zka. ഇതാണ് ഫൈനലായിട്ടുള്ള ആൻസർ. ഓക്കെ.